രാജ്യത്തെ നടുക്കി വിമാന ദുരന്തം. ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ ബോയിംഗ് 787 വിമാനം തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന 242 പേരും മരിച്ചു. അപകടത്തെക്കുറിച്ച് വ്യോമയാന മന്ത്രാലയം അന്വേഷണം തുടങ്ങി. ഡൽഹിയിൽ നിന്ന് ഗുജറാത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി അവിടെ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ ബോയിംഗ് 787-8 വിമാനമാണ് ജനവാസ മേഖലയിൽ തകർന്നു വീണത്. ഉച്ചയ്ക്ക് 1:38 ടേക്ക് ഓഫ് ചെയ്ത് മിനിറ്റുകൾക്കകം വിമാനം തകരാറിലായി ഇടിച്ചിറങ്ങി കത്തുകയായിരുന്നു. BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയത്. വിമാനത്തിൽ 230 യാത്രക്കാരും 12 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 169 പേർ ഇന്ത്യക്കാരും മറ്റുള്ളവർ വിദേശ പൗരന്മാരുമാണ്. തകർന്നു വീണ വിമാനത്തിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോൾ ടവറിലേക്ക് മെയ്ഡേ സന്ദേശം ലഭിച്ചുവെന്ന് അധികൃതർ അറിയിച്ചു. വിമാനം തകരുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് അടിയന്തര സാഹചര്യങ്ങളിൽ പൈലറ്റുമാർ നൽകുന്നതാണ് മെയ്ഡേ സന്ദേശം. എന്നാൽ വിമാനത്തിലേക്ക് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് തിരികെ ബന്ധപ്പെടാനായില്ല എന്ന് സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. മറുപടി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ വിമാനം തകർന്നിട്ടുണ്ടാകാമെന്നാണ് അനുമാനം. അപകട കാരണം കണ്ടെത്താൻ DGCA അന്വേഷണം തുടങ്ങി. വിമാന ദുരന്തത്തിന് പിന്നാലെ അഹമ്മദാബാദ് വിമാനത്താവളം അടച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV. കൂടുതൽ വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ബിനീഷ് കൊട്ടാരത്തിൽ ചേരുന്നുണ്ട്. ബിനീഷ്, നമ്മൾ ഒരിക്കലും അങ്ങനെ ആകരുതേ എന്നൊരു പ്രാർത്ഥിച്ച കാര്യമാണ്. വിമാനത്തിലുണ്ടായിരുന്ന ആരും രക്ഷപ്പെട്ടില്ല എന്നുള്ളതാണ് വിവരങ്ങൾ. മയ, തീർച്ചയായിട്ടും നമ്മൾ സംഭവിക്കരുത് എന്ന് പ്രാർത്ഥിച്ച ഒന്നാണ്. പക്ഷേ ആ ദുരന്തം കണ്ട നിമിഷം മുതൽ തന്നെ നമുക്കൊരു കാര്യം ഉറപ്പായിരുന്നു, അത്ര വലിയ ഒരു ദുരന്തമാണ് ഉണ്ടായത്. ആ ദുരന്തത്തിൽ നിന്നും ആർക്കെങ്കിലും രക്ഷപ്പെടാൻ കഴിയുക എന്നുള്ളത് തീർത്തും അത്ഭുതകരമായ ഒന്നായി തീരുമെന്നറിയാം. കാരണം വിമാനം പറന്നുയർന്ന് 625 അടി മുകളിലെത്തിയപ്പോഴാണ് വിമാനത്തിൽ നിന്നും ഒരു സന്ദേശം വരുന്നത്, ഒരു അപകട സന്ദേശം വരുന്നത്. തുടർന്ന് ആ അപകട സന്ദേശത്തിന് മറുപടി നൽകുകയും കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വിമാനം തകർന്നു കഴിഞ്ഞിരുന്നു. ആ തകർന്ന വിമാനം നേരെ ജനവാസ മേഖലയിലെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിന് മുകളിലേക്ക് ഇടിച്ചിറങ്ങുകയും വലിയ ഒരു തീഗോളമായി നിമിഷങ്ങൾക്കുള്ളിൽ മാറുകയുമാണ് ഉണ്ടായത്. ആ ഒരു സാഹചര്യത്തിൽ ആ വിമാനത്തിലുണ്ടായിരുന്ന ഒരാൾക്ക് പോലും രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. 3 മിനിറ്റുള്ളിൽ വിമാനം അവിടെ അപകടത്തിൽപ്പെട്ട് ഇടിച്ചിറങ്ങിയ 3 മിനിറ്റുള്ളിൽ രക്ഷാപ്രവർത്തകർക്ക് സംഭവ സ്ഥലത്ത് എത്താൻ കഴിഞ്ഞു എന്നത് ഒരു നേട്ടമാണെങ്കിൽ കൂടി അത്ര വലിയ ഒരു അപകടത്തിൽ നിന്ന് ആരെയും രക്ഷപ്പെടുത്തുവാനായി ഒരു തരത്തിലും കഴിയുന്ന ഒന്നായിരുന്നില്ല എന്നതായിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ വിമാനം ഇടിച്ചിറങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ അത് ഒരു തീഗോളമായി മാറി. അതിലുണ്ടായിരുന്ന 230 യാത്രക്കാരും 12 വിമാന ജീവനക്കാരും, അതായത് പൈലറ്റുമാർ അടക്കമുള്ള ജീവനക്കാരും വിമാനത്തിനുള്ളിൽ തന്നെ പെട്ട് ആ തീയിൽ മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം അത്ര വലിയ ഒരു അപകടമായിരുന്നു ഉണ്ടായത്. കാരണം ഈ അപകടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കുവാനായി വിമാനത്തിലെ പൈലറ്റുമാർക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. നമുക്കറിയാം, വളരെയധികം പരിചയസമ്പന്നരായ 2 പൈലറ്റുമാരായിരുന്നു വിമാനം നിയന്ത്രിച്ചിരുന്നത്. അതിലൊരു പൈലറ്റ് 8000 മണിക്കൂർ വിമാനം പറത്തി പരിചയസമ്പന്നതയുള്ളതാണ്. കാരണം അത്രയേറെ മികച്ച 2 പൈലറ്റുമാർ തന്നെയായിരുന്നു വിമാനത്തെ നിയന്ത്രിച്ചിരുന്നത്. പക്ഷേ വിമാനം അപകടത്തിൽപ്പെട്ട ഒരു സിഗ്നൽ നൽകുവാനല്ലാതെ തുടർന്ന് ഒരു നിമിഷം പോലും അവർക്ക് ലഭിച്ചില്ല എന്നത് തന്നെ വലിയ ദുഃഖകരമായ കാര്യമാണ്. കാരണം ഇത്തരം അപകടങ്ങൾ, വിമാനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഉടൻ തന്നെ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെടുകയും വിമാനം തിരിച്ചിറക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയുമാണ് സാധാരണ ചെയ്യാറുള്ളത്. എന്നാൽ ഇത്തരത്തിലൊരു സമയം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ വെറും 625 അടി മാത്രമേ പോയ വിമാനത്തിന് തിരിച്ച് റൺവേയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമത്തിന് പോലും സമയമുണ്ടായിരുന്നില്ല. രണ്ടാമത് ഈ വിമാനം അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോകുന്ന വിമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ വിമാനത്തിൽ ആവശ്യമായ ഇന്ധനം നിറച്ചിരുന്നു. കാരണം ദീർഘദൂര സർവീസ് നടത്തുന്ന ഒരു വിമാനത്തിൽ ആവശ്യമായ ഇന്ധനം നിറച്ചുകൊണ്ടാണ് വിമാനം പറന്നുയരുക. കാരണം പറന്നുയർന്ന ഉടൻ തന്നെ ആയതിനാൽ വിമാനത്തിൽ അതിൻ്റെ പൂർണ്ണ കപ്പാസിറ്റിയിൽ തന്നെ, പൂർണ്ണ തോതിൽ തന്നെ ഇന്ധനം ഉണ്ടായിരുന്നു. സാധാരണ ഏതെങ്കിലും തരത്തിലുള്ള അപകടമുണ്ടാകുകയും വിമാനം ക്രാഷ് ലാൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ വിമാനത്തിലെ ഇന്ധനം ഒഴുക്കിക്കളയുന്ന ഒരു രീതിയുണ്ട്, ഒരു സംവിധാനമുണ്ട്. എന്നാൽ അതിന് ഒന്നും സമയം കിട്ടിയിരുന്നില്ല. കാരണം വിമാനം പറന്നുയർന്ന് ഒരു അപകടകരമായ ഏതോ ഒരു
ഒരു സാഹചര്യം ഉണ്ടാകുകയും ആ അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളത് ഒരു സന്ദേശം ഒരു ബട്ടൺ ഞെക്കി മാത്രം ഭൂമിയിലുള്ള എയർ കൺട്രോൾ റൂമിനെ അറിയിക്കുവാൻ മാത്രമാണ് കഴിഞ്ഞത്. തുടർന്ന് എയർ കൺട്രോൾ റൂം അങ്ങോട്ട് ബന്ധപ്പെട്ടെങ്കിലും ഒരു തരത്തിലുള്ള ഒരു റെസ്പോൺസും വിമാനത്തിൽ നിന്ന് ഉണ്ടായില്ല. അതിനർത്ഥം ആ നിമിഷം തന്നെ, ആ ഒരു സാഹചര്യത്തിൽ ആ നിമിഷം തന്നെ വിമാനം വലിയൊരു അപകടത്തിൽപ്പെട്ട് തകർന്നു കഴിഞ്ഞു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ആ തകർന്ന വിമാനമാണ് 625 അടി താഴേക്ക് പതിച്ച് ഒരു അഗ്നിഗോളമായി മാറിയത്. ആ അഗ്നിഗോളത്തിലാണ് വിമാനത്തിലുണ്ടായിരുന്ന ജീവനക്കാരും 230 യാത്രക്കാരുമടക്കം 242 പേരുടെയും ജീവൻ നഷ്ടമായത്. മാത്രമല്ല, ഈ വിമാനം വീണത് വിജയ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിന് മുകളിലേക്കാണ് എന്നതായിരുന്നു മറ്റൊരു ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി വീണ്ടും കൂട്ടിയത്. ഈ സമയം നമുക്കറിയാം, അപകടമുണ്ടായ സമയം ഉച്ച സമയമാണ്. ഏതാണ്ട് 1:38 ഈ അപകടം തുടങ്ങുന്നത്. 1:41 തന്നെ വിമാനം ഈ കെട്ടിടത്തിന് മുകളിലേക്ക് പതിച്ച് ഒരു തീഗോളമായി മാറിക്കഴിഞ്ഞിരുന്നു. ഈ സമയത്ത് ഈ വിമാനം പതിച്ചതാകട്ടെ ഈ കെട്ടിടത്തിലെ മെസ് ഹോളിൻ്റെ ഭക്ഷണശാലയ്ക്ക് മുകളിലേക്കായിരുന്നു. ഈ സമയം ഏതാണ്ട് 50ഓളം മെഡിക്കൽ വിദ്യാർത്ഥികൾ അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ആ തരത്തിലും അതൊരു വലിയ ദുരന്തമായി മാറുകയും ചെയ്തു. ഈ കെട്ടിടത്തിലേക്ക് വീണ ഈ മെഡിക്കൽ വിദ്യാർത്ഥികളിൽ 5 പേർ ഈ അപകടത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഏതാണ്ട് അവിടെ ഉണ്ടായിരുന്ന 40ഓളം പേരെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാരണം ഇത്രയും വലിയ തോതിൽ വിമാനത്തിൽ ഇന്ധനം ഉണ്ടായിരുന്നതുകൊണ്ട് വിമാനം ഇടിച്ചു വീണ ആ സമയത്ത് ഇന്ധനം ചോരുകയും വലിയ ഒരു തീഗോളമായി മാറുകയും ചെയ്തുകൊണ്ട് ആ കെട്ടിടം തന്നെ അഗ്നിയിൽ കത്തിയമരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. പക്ഷേ 3 മിനിറ്റിനുള്ളിൽ രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്തുവാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ കെട്ടിടത്തിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളിൽ ഒരു വിഭാഗത്തെയെങ്കിലും അവിടെ നിന്നും ഗുരുതരമായ പരിക്കുകളോടെ രക്ഷിച്ച് ആശുപത്രിയിൽ ചികിത്സയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞത്. അങ്ങനെ ആശുപത്രിയിൽ എത്തിച്ച 5 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ മരണപ്പെട്ടുള്ളത്. ഇപ്പോഴും അവിടെ ബാക്കി വിദ്യാർത്ഥികൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഈ വിമാനം ഇടിച്ചിറങ്ങിയത് ആ ഹോസ്റ്റൽ കെട്ടിടം, അപ്പോൾ അതിൽ ഇനിയും വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടക്കാനുള്ള ഒരു സാഹചര്യം, അത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുകയാണോ? തീർച്ചയായിട്ടും മായ, ഒരു വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം അവിടെ അനിവാര്യമാണ്. കാരണം വിമാനം ഒരു തീഗോളമായി മാറിയതുപോലെ തന്നെ ആ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗവും ആ കെട്ടിടത്തിൻ്റെ തന്നെ ഒരു ഭാഗവും വലിയൊരു തീഗോളമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ആ കെട്ടിടത്തിൽ മുകളിൽ ഭക്ഷണശാലയിൽ മാത്രമല്ല ആ കെട്ടിടത്തിനുള്ളിൽ വിദ്യാർത്ഥികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം കൂടുതൽ നീണ്ടുപോകുന്നത്. കാരണം നമുക്കറിയാം, ആ തകർന്ന കെട്ടിടത്തിനുള്ളിലോ അല്ലെങ്കിൽ അഗ്നിക്കിരയായ കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾക്കിടയിലോ ആരെങ്കിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന കാര്യം ഉറപ്പാക്കേണ്ടതുണ്ട്. കാരണം അപകടത്തിൽപ്പെട്ട് ആ തീയിൽ വിഴുങ്ങുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ രക്ഷാപ്രവർത്തകർക്ക് കെട്ടിടത്തിനുള്ളിൽ കടക്കുവാനും അവിടെ നിന്നും വിദ്യാർത്ഥികളെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് എത്തിക്കുവാനും കഴിഞ്ഞു എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു കാര്യമായി തന്നെ നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വിദ്യാർത്ഥികളോ മറ്റുള്ളവരോ ഈ കെട്ടിടത്തിനകത്ത് എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ, അവർ പരിക്കേറ്റ് അതിനകത്തുണ്ടോ എന്നുള്ള കാര്യമൊക്കെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിനാൽ ആ കെട്ടിടം പൂർണ്ണമായും ആ കെട്ടിടത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും പരിശോധന നടത്തണം. മാത്രമല്ല, കെട്ടിടം തകർന്നിട്ടുണ്ട്, കുറേ ഭാഗം അഗ്നിക്കിരയായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കെട്ടിടത്തിലെ മുക്കും മൂലയും എന്ന പോലെ തന്നെ പരിശോധിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ പൂർണ്ണമാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു വലിയ ശ്രമവും ദൗത്യവും തന്നെ രക്ഷാപ്രവർത്തകർ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് 40 പേരെ ആശുപത്രിയിൽ എത്തിക്കുവാനായി രക്ഷാപ്രവർത്തകർക്ക് കഴിഞ്ഞത്. അവർക്ക് വിദഗ്ധമായ ചികിത്സ നൽകുവാനും നമുക്ക് കഴിയുന്നുണ്ട്. എന്തായാലും ഈ തരത്തിൽ ഏത് തരത്തിലാണ് അവരുടെ പരിക്ക് എന്നുള്ള കാര്യത്തിലൊക്കെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. എന്തായാലും നിരവധി വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള പ്രാഥമിക വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ബസ് ഹോളിൽ ഉണ്ടായിരുന്ന 5 വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ വിമാന ദുരന്തം വിമാനത്തിലുണ്ടായിരുന്ന 242 പേരുടെ ജീവനെടുത്തതിന് പുറമെ അത് ജനവാസ മേഖലയിൽ ഒരു ഹോസ്റ്റലിന് മുകളിലേക്ക് തകർന്നു വീണതോടുകൂടി അവിടെ ഉണ്ടായിരുന്നവർ മരിക്കുകയും അവർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു വലിയ ദുഃഖകരമായ സംഭവം കൂടിയായി അത് മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ സാഹചര്യത്തിലാണ് രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നത്. മാത്രമല്ല, വിമാനത്തിലുണ്ടായിരുന്നവർ വിമാനത്തിനുള്ളിൽ തന്നെ പെട്ടാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമാണ്. അവരുടെ മൃതദേഹങ്ങൾ അടക്കം വിമാനത്തിൽ നിന്ന് പൂർണ്ണമായും കണ്ടെത്തേണ്ടതുണ്ട്. കാരണം അഗ്നി വിഴുങ്ങിയ ഒരു വിമാനത്തിൽ നിന്ന് പലരുടെയും ശരീരാവശിഷ്ടങ്ങൾ പൂർണ്ണമായും
ലഭിക്കുവാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വളരെ ശ്രമകരമായ ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൈന്യം അടക്കം സഹകരിച്ചുകൊണ്ടാണ്, ചേർന്നുകൊണ്ടാണ് ഇപ്പോഴും ആ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ കേന്ദ്രമന്ത്രിമാരുടെ അടക്കമുള്ള നേതൃത്വത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വിലയിരുത്തുകയും അതിനാവശ്യമായ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു വിമാന ദുരന്തം തന്നെയാണ് അഹമ്മദാബാദിൽ ഉണ്ടായിരിക്കുന്നത്. ഈ വിമാനാപകടം നമുക്ക് പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ വിമാനത്തിൻ്റെ പ്രത്യേകതയാണ്. ഇത് ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട ബോയിങ് വിമാനമാണ്. അതായത് വളരെ സുരക്ഷിതമായ ഒട്ടേറെ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു വിമാനമാണ് ബോയിങ്. ഈ ഡ്രീം ലൈനർ വിമാനത്തിൽപ്പെട്ട ബോയിങ് വിമാനം ഇതിനു മുമ്പ് തകർന്ന ഒരു അപകടം ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഈ വിമാനം ഏത് സാഹചര്യത്തിലാണ് തകർന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വിശദമായ അന്വേഷണം ആവശ്യമാണ്. അക്കാര്യങ്ങൾ കണ്ടെത്തേണ്ടത് അനിവാര്യവുമാണ്. അതിനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ അന്വേഷണത്തിന് ഉത്തരവൊക്കെ ഇട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയാൽ ഒരുപക്ഷെ കുറച്ച് വിവരങ്ങളെങ്കിലും ലഭിക്കും എന്ന ഒരു സൂചനയുമുണ്ട്. എന്നാൽ പക്ഷേ കാര്യമായ ആശയവിനിമയങ്ങളൊന്നും തന്നെ വിമാനത്തിനുള്ളിൽ നടന്നതായി ഇപ്പോൾ നമുക്ക് കരുതാൻ വയ്യ. കാരണം വളരെ പെട്ടെന്ന് നിമിഷങ്ങൾ കൊണ്ട് ഉണ്ടായ ഒരു അപകടം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിലാണ് വിമാനം തകർന്നത്, എന്ത് തകരാറാണ് വിമാനത്തിലുണ്ടായത്, ഇക്കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല വളരെ പരിചയസമ്പന്നരായ വൈമാനികരായിരുന്നു വിമാനം നിയന്ത്രിച്ചിരുന്നത് എന്നതുകൊണ്ട് തന്നെ വിമാനം പറന്നുയരുന്നതിന് മുമ്പ് തന്നെ ആവശ്യമായ പരിശോധനകളും ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ സ്ഥിരീകരണം ഉണ്ടായേ മതിയാവൂ. മായ. ബിനീഷ്, തീർച്ചയായും ഇനിയിപ്പോൾ ഏറെ ദുഷ്കരമായത് നമുക്കറിയാം, ഈ വിമാന ദുരന്തമുണ്ടായി വലിയൊരു തീഗോളമായി എല്ലാവരുടെയും ജീവൻ കവർന്നു. മുഴുവൻ പേരും മരിച്ചെന്ന് ഗുജറാത്ത് പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇനി ഇവരുടെ മൃതദേഹങ്ങൾ, എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അവരുടെ ബന്ധുക്കൾക്ക് കൈമാറുക എന്നുള്ളത് അതീവ ദുഷ്കരമായിരിക്കുമല്ലോ. മയാത്ത്, ആ ദുരന്തത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, പ്രേക്ഷകരെ കാണിച്ചതാണ്. ഇപ്പോൾ എത്രമാത്രം വലിയ ഒരു തീഗോളമായാണ് ആ വിമാനം മാറിയത് എന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ അതിൽപ്പെട്ട ആൾക്കാർ, അതായത് അതിലുണ്ടായിരുന്നവർ മുഴുവനും മരിച്ചു എന്ന് സ്ഥിരീകരിക്കുമ്പോഴും അവരെ തിരിച്ചറിയുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒന്നാണ്. അതിൽ നിന്നും കിട്ടുന്ന മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ, കത്തിക്കരിഞ്ഞ നിലയിലുള്ള മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ DNA പരിശോധന അടക്കം നടത്തി വേണ്ടി വരും. ഇത് ഓരോ മൃതദേഹവും ആരുടേതാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട്. കാരണം അത്ര വലിയ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. അത്ര വലിയ ആ വിമാനത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വളരെയധികം അളവിൽ ഇന്ധനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഇന്ധനം വിമാനം തീപിടിച്ചതിന് പുറമെ ആ ഇന്ധനം കൂടി കത്തുന്നതോടുകൂടി വലിയ ഒരു തീഗോളം തന്നെയാണ് ഉണ്ടായത്. അത്രയും വലിയ ഒരു അഗ്നിയിൽ കത്തി അമരുമ്പോൾ അതിൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുക എന്നത് തന്നെ കണ്ടെത്തുക എന്നത് തന്നെ വളരെ ശ്രമകരമായ കാര്യമാണ്. അത് ആരുടെ മൃതദേഹങ്ങളാണ് എന്നൊക്കെ തിരിച്ചറിയുക എന്നുള്ളത് അതിലും വലിയ വെല്ലുവിളിയാണ്. ഇക്കാര്യത്തിലൊക്കെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ മാത്രമേ ഒരുപക്ഷെ ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയുള്ളൂ. ഭൂരിഭാഗം മൃതദേഹങ്ങളും വളരെ പെട്ടെന്ന് തിരിച്ചറിയാനുള്ള ഒരു സാഹചര്യം ആയില്ല. അതിനെല്ലാം തന്നെ ശാസ്ത്രീയമായ DNA പരിശോധനകൾ അടക്കം വേണ്ടിവരും. ഒരു കാര്യം നമുക്കറിയാം, കാരണം വിമാനമായതിനാൽ അതിലുള്ള യാത്രക്കാരുടെ പൂർണ്ണമായ വിവരങ്ങൾ നമ്മുടെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഒരു അനിശ്ചിതത്വമില്ല. കാരണം വിമാനം പറന്നു ഉയരുന്നതിന് മുമ്പ് തന്നെ അതിൽ എത്ര യാത്രക്കാർ കയറിയിരിക്കുന്നു, ആരൊക്കെയാണ് കയറിയിരിക്കുന്നത്, ആരെങ്കിലും ആ വിമാനത്തിൽ കയറാതിരുന്നിട്ടുണ്ടോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളുടെയും ഒരു കൃത്യമായ വിവരം നമുക്കുണ്ട്. അതുകൊണ്ട് ആ വിവരങ്ങൾ വെച്ചുകൊണ്ട് ആ യാത്രക്കാരുടെയും അതിലുണ്ടായിരുന്ന ജീവനക്കാരുടെയും ഒക്കെ പട്ടിക വെച്ചുകൊണ്ട് ഒരു ശാസ്ത്രീയമായ പരിശോധനയിൽ മാത്രമേ ഈ മൃതദേഹങ്ങൾ ഭൂരിഭാഗവും തിരിച്ചറിയാൻ കഴിയൂ എന്ന കാര്യത്തിൽ സംശയമില്ല. അത് വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെയാണ് അത് കണ്ടെത്തുക എന്നുള്ളത്. മാത്രമല്ല ഈ മൃതദേഹങ്ങളുടെ അവശിഷ്ടം ശേഖരിക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയ ഒരു ശ്രമകരമായ കൃത്യമാണ്. കാരണം നമുക്കറിയാം പലരുടെയും മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കണമെന്ന് പോലുമില്ല. കാരണം എന്തെങ്കിലുമൊക്കെ ശരീരഭാഗങ്ങൾ മാത്രമാവും ചിലപ്പോൾ ചിലരുടെയെങ്കിലും നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. കാരണം ഈ ദുരന്തം
നമ്മൾ എന്തായാലും ഈ ദുരന്തം നമ്മൾ അംഗീകരിച്ചേ മതിയാവും. കാരണം അത്ര ഭയാനകമായ അത്ര വലിയ ഒരു ദുരന്തം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ ദുരന്തം അത്ര വ്യാപ്തിയുള്ള ഒരു ദുരന്തത്തിൽ നമ്മൾക്ക് ദുഃഖകരമാണെങ്കിൽ കൂടിയും വേദനാജനകമാണെങ്കിൽ കൂടിയും അത്തരം യാഥാർത്ഥ്യങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവൂ. ആ ഒരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ മായ ചോദിച്ചതുപോലെ ഈ രണ്ട് കാര്യങ്ങൾ വളരെ ശ്രമകരമാണ്. അത് നമ്മുടെ സംഘം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ആ പ്രവർത്തനങ്ങളിലാണ് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ആ കൃത്യം പൂർത്തിയാകാൻ മണിക്കൂറുകൾ ഒരുപക്ഷെ എടുത്തിരിക്കും. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി അവർ പൂർത്തിയാക്കും. അവരുടെ കടമ അവർ നിർവഹിക്കും. അതിനൊപ്പം തന്നെ അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകി രാജ്യം ഒപ്പം ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. ഒപ്പം തന്നെ ആശുപത്രികളിൽ ചികിത്സയുള്ളവർക്കായി നമ്മൾ വേണ്ട മികച്ച ചികിത്സ അവർക്ക് ഉറപ്പാക്കുവാനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിദഗ്ധരായ ഡോക്ടർമാരെ അടക്കം അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. ഏറ്റവും അത്യാധുനികമായ കൂടുതൽ സംവിധാനങ്ങളെല്ലാം തന്നെ അവിടേക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ആ അപകടത്തിൽപ്പെട്ട്, കാരണം ഈ വിമാനം തകർന്നു വീണ് ആ കെട്ടിടത്തിലുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികളാണ് പരിക്കേറ്റ ആശുപത്രിയുള്ളത്. അവരുടെ ജീവൻ രക്ഷിക്കുവാനുള്ള, അവർക്ക് മികച്ച ചികിത്സ നൽകുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ മറ്റൊരു തരത്തിൽ പ്രധാനമായും നടക്കുന്നത്. മായ ബിനീഷ്, അതുപോലെ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഈ അപകടത്തിൽ മരിച്ചു എന്നുള്ളതാണ്. നേരത്തെ ഇദ്ദേഹം സഞ്ചരിച്ചിരുന്നോ, ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നോ എന്നത് സംബന്ധിച്ചൊക്കെ ഒരു ആശയക്കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ? തീർച്ചയായിട്ടും ആദ്യം മുതൽ തന്നെ ചില ആശങ്കകൾ അക്കാര്യത്തിലുണ്ടായിരുന്നു. വിജയ് രൂപാണി എന്തായാലും ഈ വിമാന യാത്രക്കാരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ഈ വിജയ് രൂപാണി അപകടത്തിൽ പെട്ടു എന്ന ഒരു വാർത്തയാണ് ആദ്യം പുറത്തു വന്നത്. എന്നാൽ പിന്നീട് വിജയ് രൂപാണി ആ വിമാനത്തിൽ കയറിയില്ല എന്ന തരത്തിൽ ഒരു വാർത്തയും പരന്നിരുന്നു. അങ്ങനെ വലിയ ഒരു ആശങ്കയും അക്കാര്യത്തിലുണ്ടായിരുന്നു. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ തകർന്ന വിമാനത്തിലുള്ള മൃതദേഹങ്ങളൊന്നും തന്നെ ആദ്യഘട്ടത്തിൽ തിരിച്ചറിയുന്ന തരത്തിൽ ആരുടെയും കണ്ടെത്തുവാനുള്ള ഒരു സാഹചര്യവും നിലവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അപകടത്തിൽപ്പെട്ടവർ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ, അതാരാണ് എന്നൊക്കെ കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിന് വലിയ ബുദ്ധിമുട്ട് തീർച്ചയായും ഉണ്ടായിരുന്നു. എന്നാൽ വിജയ് രൂപാണി ഈ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നു എന്നുള്ള ഒരു വിവരം സ്ഥിരീകരിക്കുന്നതോടുകൂടിയാണ് വിജയ് രൂപാണിയും മരണം നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്. കാരണം വിമാനത്തിൽ യാത്ര ചെയ്ത ഒരാൾക്ക് പോലും രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ദുഃഖകരമായ സത്യമാണ് നമുക്ക് മുന്നിലുള്ളത്. ആ സത്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി കൂടിയായ വിജയ് രൂപാണിയും മരിച്ചവരിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മലയാളിയായ നമ്മുടെ രഞ്ജിതയും കോഴഞ്ചേരി സ്വദേശിനിയായ രഞ്ജിതയും മരിച്ചു എന്നുള്ള സ്ഥിരീകരണം വരുന്നത്. രഞ്ജിതയും വിമാനത്തിൽ ഉണ്ടായിരുന്നു. വിമാനത്തിലെ യാത്രക്കാരുടെ പട്ടികയിലും വിമാനത്തിൽ സഞ്ചരിച്ചവരുടെയും പട്ടികയിലും രഞ്ജിത ഉൾപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് മലയാളിയായ രഞ്ജിതയും മരിച്ചു എന്ന് നമ്മൾ സ്ഥിരീകരിച്ചത്. എന്തായാലും വിമാനത്തിലുണ്ടായിരുന്ന ആരും തന്നെ രക്ഷപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ ആ യാത്രയിലുണ്ടായിരുന്ന യാത്രക്കാരും വിമാന ജീവനക്കാരും എല്ലാവരുടെയും ജീവൻ നഷ്ടമാകുന്ന ദുഃഖകരമായ ആ സത്യം നമ്മൾ അംഗീകരിച്ചേ മതിയാവും. ആ ഒരു ദുഃഖ സത്യത്തിൻ്റെ നടുവിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അതിന് പുറമെയാണ് വിമാനം തകർന്നു വീണ ആ കെട്ടിടത്തിലുണ്ടായിരുന്ന ആ ഹോസ്റ്റലിലുണ്ടായിരുന്ന 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണം കൂടി സ്ഥിരീകരിക്കുന്നത്. ഒപ്പം അവർ ബാക്കിയുള്ള ഏതാണ്ട് 40-ൽ താഴെ വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സയിലുമുണ്ട്. മായ. ശരി ബിനീഷ്, ഏറെ നടുക്കുന്നൊരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിലെ അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനം തകർന്ന് ആ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന 242 പേരും മരിച്ചിരിക്കുന്നു. ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ള വാർത്ത. ന്യൂസ് ഡെസ്കിൽ നിന്ന് ബിനീഷ് കൊട്ടാരത്തിലാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഈ വിമാന ദുരന്തത്തിൽ മറ്റൊരു വേദനയായുള്ളത് അതിൽ ഒരു മലയാളി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിത ഗോപകുമാറാണ് മരിച്ച മലയാളി. കൊച്ചിയിൽ നിന്നാണ് രഞ്ജിത അഹമ്മദാബാദിലേക്ക് പോയത്. അവിടെ നിന്നും UK പോകാനായിരുന്നു. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ നഴ്സായിരുന്ന രഞ്ജിതയ്ക്ക് UK മികച്ച ജോലി കിട്ടിയതിനാൽ അവിടേക്ക് പോവുകയായിരുന്നു. കണ്ണനുണ്ട് വിവരങ്ങളുമായി. കണ്ണൻ, അതിനു മുൻപ് നമുക്ക് കണ്ണനിലേക്ക് എത്താം. അതിനു മുൻപ് നമുക്ക് നാട്ടുകാരുടെ പ്രതികരണം കേൾക്കാം. മരണം സ്ഥിരീകരിക്കാതിരുന്നപ്പോൾ രക്ഷപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. കാരണം ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്, എൻ്റെ മോടെ ബാച്ചിൽ പഠിച്ച കുട്ടിയാണ്, പഠിക്കാൻ മിടുക്കിയായ ഒരു കുട്ടിയായിരുന്നു. പിന്നെ ഈ കുടുംബവുമായിട്ട് വളരെ അടുപ്പവുമുണ്ട്. ആൺമക്കളാണെങ്കിലും എല്ലാം. അപ്പോൾ ഇത് കുടുംബം എനിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. നാട്ടുകാർക്ക് അപ്പോൾ ആ കുടുംബം എങ്ങനെ ഉൾക്കൊള്ളും എന്ന് ഒരു പിടിയുമില്ല. എന്താ ചെയ്യേണ്ടതെന്നും ഒന്നും അറിയത്തില്ല. ഒരു സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാമായിരുന്നു തിരിച്ചു വരണമെന്ന്. ചെയ്യാൻ
ഒന്നും പറയാനില്ല. കാരണം ജോലിക്ക് പോയി ലീവിന് വന്ന സമയത്ത് PC ടെസ്റ്റ് എഴുതി, PC ടെസ്റ്റും കിട്ടി, ഇവിടെ പ്രവേശിച്ചു. പിന്നീട് UK ജോലി കിട്ടുന്നു. പഠനത്തിൽ അത്ര മിടുക്കിയായതുകൊണ്ടും മിടിക്കായിരുന്നു പഠിപ്പിച്ച കുട്ടിയല്ലേ, മിടിക്കായിരുന്നു. സർട്ടിഫിക്കറ്റ് മേടിക്കാനായി ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കാനാണ്. അത് ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഞങ്ങൾ ചെറുപ്പം തൊട്ടേ മോടെ അമ്മയായിട്ടൊക്കെ ഭയങ്കര സ്നേഹത്തിലാണ്. ചേച്ചി ആ മോള് പഠിത്തത്തിന് ഇവിടെ ഒന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്നത്, എന്നിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഈ മോൾ ഇതിനകത്തുണ്ടെന്നുള്ള പേര്. പോയിട്ട് തിരിച്ച് വരാമെന്ന് പറഞ്ഞാൽ പോയത്. പിന്നെ നല്ല എൻ്റെ മോൻ സുരേഷാണെങ്കിൽ ഈ വീട്ടുകാരുമായിട്ട് നല്ല സ്നേഹം. ഞങ്ങൾ അവരുടെ ഓട്ടോ ഓടിച്ച എൻ്റെ മോനൊക്കെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. നല്ലൊരു ബന്ധം പുലർത്തിക്കൊണ്ടിരുന്ന ഞങ്ങൾ കൊച്ചിലെ തൊട്ടേ അമ്മയായിട്ടും പിള്ളേരുമായിട്ടും ഒക്കെ നല്ല സ്നേഹത്തിലും നല്ല കുഞ്ഞുങ്ങളായിരുന്നു അവർക്ക്. അതൊരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. കണ്ണനുണ്ട് വിവരങ്ങളുമായി. കണ്ണൻ, വളരെയധികം വേദനയുള്ള ഒരു വാർത്ത തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അവധി ആഘോഷിക്കാനെത്തി തിരിച്ചെത്തിയത് ഇത്തരത്തിലൊരു ദുരന്തമായി മാറുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്ങനെയാണ് അവരുടെ ഒരു കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്? 2 കുട്ടികളുടെ അമ്മയൊക്കെയാണ് രഞ്ജിത. തീർച്ചയായും മയ, ഈ നാട്ടുകാരൊക്കെ പറയുന്നത് പോലെ എല്ലാവരോടും വളരെ കാര്യമായി ഇടപെടുന്ന ഒരാളായിരുന്നു രഞ്ജിതയും രഞ്ജിതയുടെ കുടുംബവും ഒക്കെ. എല്ലാവർക്കും അതുകൊണ്ട് തന്നെ ഇവരോട് വലിയ കാര്യമാണ്. എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് രഞ്ജിത. ഇന്നലെയാണ് രഞ്ജിത 3 ദിവസത്തെ അവധിക്ക് വന്നതിന് ശേഷം തിരികെ UK പോയത്. കഴിഞ്ഞ 3 ദിവസവും ഈ വീട്ടിലുണ്ടായിരുന്നു. ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. അവധി നീട്ടുന്നതുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ ഒപ്പിടുന്നതിനും മറ്റുമാണ് ഇവിടേക്ക് എത്തിയത്. അതിനുശേഷം വീണ്ടും തിരികെ പോവുകയായിരുന്നു. ഇത്തവണയും കൂടി പോയി തിരികെ നാട്ടിലേക്ക് മടങ്ങിയെത്താനുള്ള ഒരു ധാരണയിലായിരുന്നു പോയത്. ഇവിടെ പുതിയ വീടൊക്കെ പണിത് അതിന്റെ പാലുകാഴ്ച ഗൃഹപ്രവേശ ചടങ്ങൊക്കെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഈ വീട് വയ്ക്കാനും ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് UK ഈ രഞ്ജിത പോകുന്നത്. ഈ അവധിക്ക് വന്ന ശേഷം പക്ഷെ തിരികെ പോകുമ്പോൾ ഇത്തരത്തിലൊരു വാർത്ത കേൾക്കേണ്ടി വരുമെന്ന് നാട്ടുകാരും കരുതി കാണില്ല. ഇന്നലെ തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അവിടെ നെടുമ്പാശ്ശേരിയിൽ എത്തുകയും അവിടെ നിന്ന് ചെന്നൈയിലേക്കും അവിടെ നിന്ന് അഹമ്മദാബാദിലേക്കുമാണ് പോയത്. ആദ്യമൊക്കെ വീട്ടുകാർക്ക് ഇത്തരത്തിൽ രഞ്ജിത ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഔദ്യോഗിക സ്ഥിരീകരണം വരികയായിരുന്നു. കളക്ടർ ഉൾപ്പെടെ ഔദ്യോഗിക സ്ഥിരീകരണം നൽകുകയായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ വീട്ടിലൊക്കെ പ്രായമായ ഒരു അമ്മയും 2 കുട്ടികളുമാണ് വീട്ടിലുള്ളത്. രഞ്ജിതയുടെ അച്ഛൻ നേരത്തെ മരിച്ചതാണ്. ഭർത്താവ് വേറൊരു സ്ഥലത്താണ്. ഈ 2 മക്കൾ വീട്ടിൽ എത്തിയപ്പോൾ തന്നെ ഈ നാട്ടുകാരൊക്കെ ഇവിടെ നിൽക്കുന്നതും ഒക്കെ ഇവർ കണ്ടിരുന്നു. പിന്നീട് ഈ വിവരം അറിഞ്ഞ് ആകെ വളരെ വിഷമ ഘട്ടത്തിലാണ് ഇപ്പോൾ വീട്ടുകാരൊക്കെ ഉള്ളത്. ഈ രഞ്ജിതയുടെ മൂത്ത മകൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇളയ മകളുണ്ട്, 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇത്തരത്തിൽ ഈ അമ്മയാണെങ്കിൽ ഒരു ക്യാൻസർ രോഗിയാണ് എന്ന് പറയുന്നു. ഇത്തരത്തിൽ വളരെ വിഷമകരമായ ഒരു അന്തരീക്ഷമാണ് ഈ വീട്ടിലൊക്കെ ഉള്ളത്. മായ, കണ്ണൻ, ഇവർക്ക് ഔദ്യോഗികമായി വല്ല സ്ഥിരീകരണവും ഔദ്യോഗികമായി ആരെങ്കിലും ഇവരെ ബന്ധപ്പെടുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇവരുടെ ബന്ധുക്കൾ ആരെങ്കിലും അഹമ്മദാബാദിലേക്ക് പോവുകയോ മറ്റോ ഇപ്പോൾ ചെയ്യുന്നുണ്ടോ? ഇത്തരത്തിൽ ഔദ്യോഗികമായി കളക്ടർ അറിയിച്ചിട്ടുണ്ട്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം കളക്ടർ ഇവിടേക്ക് നേരിട്ടെത്തി ഇത് ഔദ്യോഗികമായി വീട്ടുകാരെ ഈ വിവരം അറിയിക്കും. അതിനുശേഷമാകും ഇത്തരത്തിൽ അഹമ്മദാബാദിലേക്ക് പോകുന്ന കാര്യത്തെ പറ്റിയൊക്കെ ഉള്ള ഒരു തീരുമാനം ഉണ്ടാവുക. കളക്ടർ ഇപ്പോൾ വേറെ ഔദ്യോഗിക യാത്രയിലാണ്. അദ്ദേഹം ഇവിടേക്ക് എത്തിയതിനു ശേഷം കാര്യങ്ങൾ വീട്ടുകാരെ ധരിപ്പിക്കും. അതിനുശേഷമാകും മറ്റ് കാര്യങ്ങളിലൊക്കെ തീരുമാനം ഉണ്ടാവുക. മായ, ശരി, ഏറെ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിത ഗോപകുമാർ മരിച്ചു എന്നുള്ള വാർത്ത. കൊച്ചിയിൽ നിന്നാണ് രഞ്ജിത അഹമ്മദാബാദിലേക്ക് പോയത്. ഈ മരണവിവരം ഔദ്യോഗികമായി ഇവരുടെ കുടുംബത്തെ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ കലക്ടർ അവരുടെ വീട്ടിലേക്ക് എത്തുമെന്നാണ് കണ്ണൻ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടിച്ചേരുന്നുണ്ട് ബിനീഷ്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ദുരന്തമാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ലോകരാജ്യങ്ങളടക്കം ഇതിൽ നടുക്കം രേഖപ്പെടുത്തി കഴിഞ്ഞു. റഷ്യ അടക്കം സഹായങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എങ്ങനെ വിലയിരുത്തുന്നു ഇത്?
മഴ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഉണ്ടാകുന്ന വിമാനാപകടങ്ങളിൽ ഏറ്റവും വലിയ വിമാനാപകടങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. 242 പേർ ആയിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത്. ആ 242 പേരുടെയും ജീവൻ നഷ്ടമായ ഒരു വലിയ അപകടം തന്നെ. അതും ബോയിങ് പോലെയുള്ള ഡ്രീം ലൈനർ ആയിട്ടുള്ള ഒരു മികച്ച വിമാനം. ആ വിമാനം വളരെ സുരക്ഷിതമായ ഒരു വിമാനം. ആ വിമാനമാണ് തകർന്നിരിക്കുന്നത്. അതിൽ നിന്നും ആരെയും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ വലിയ ഒരു ദുരന്തം തന്നെയാണ്. ഏത് തരത്തിൽ വിലയിരുത്തിയാലും രാജ്യം കണ്ട അല്ലെങ്കിൽ ലോകം കണ്ട വലിയ വിമാനാപകടങ്ങളിൽ ഒന്നായി അഹമ്മദാബാദ് വിമാനാപകടം മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന ദുഃഖസത്യമാണ് നമുക്ക് മുന്നിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ലോകരാഷ്ട്രങ്ങൾ അടക്കം ഇക്കാര്യത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യക്ക് സഹായവുമായി ഏതെങ്കിലും തരത്തിലുള്ള സഹായം ആവശ്യമാണെങ്കിൽ അത് നൽകാമെന്ന റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ നമ്മളുടെ ഒപ്പം എത്തുന്നത്. എന്തായാലും നമുക്ക് നേരിട്ട ഒരു വലിയ ദുരന്തം തന്നെയാണ്. കാരണം 242 പേരിൽ ഏതാണ്ട് 169 യാത്രക്കാരും ഇന്ത്യക്കാരായ യാത്രക്കാരാണ്. ഒപ്പം തന്നെ ബ്രിട്ടൻ UK നിന്നുള്ള യാത്രക്കാരുണ്ട്. വിദേശികളായിട്ടുള്ള മറ്റ് ചില വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാരുണ്ട്. അങ്ങനെ വലിയ ഒരു ആകാശ ദുരന്തം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ രണ്ട് കാര്യങ്ങൾ. ഇപ്പോൾ ഈ ദുരന്തമുണ്ടായ സമയത്ത് അവിടെ അവരെ രക്ഷാപ്രവർത്തനങ്ങളാണ് പ്രധാനമായും നടക്കുന്നത്. ആ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെ കാര്യക്ഷമമായി നടപ്പാക്കാനും നടത്തുവാനും ഒക്കെ നമുക്ക് കഴിയുന്നുണ്ട്. അക്കാര്യത്തിൽ നമ്മൾ ഒരു വളരെ മികച്ച തരത്തിലുള്ള പ്രവർത്തനമാണ് സൈന്യമടക്കം കാഴ്ചവെച്ചിട്ടുള്ളത്. എന്നാൽ ഈ വിമാനത്തിൻ്റെ അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലോ പരിശോധനകൾക്കൊക്കെ ഒരുപക്ഷെ കൂടുതൽ രാജ്യങ്ങളുടെ സഹായം ആവശ്യമാണെങ്കിൽ, റഷ്യയുടെയൊക്കെ സഹായം ആവശ്യമാണെങ്കിൽ അക്കാര്യത്തിലൊക്കെ നമ്മൾ ഒരു സഹകരണം ഉണ്ടാകും എന്നുള്ള ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ വിദേശ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന്, അതായത് റഷ്യയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങൾ, അതായത് ബോയിങ് വിമാനം തകർന്ന അപകടമുണ്ടായ ഒരു സംഭവം ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഈ ദുരന്തത്തിൻ്റെ ആഘാതം വളരെ കൂടുന്നു. മാത്രമല്ല ഒന്നും ചെയ്യാനുള്ള ഒരു സമയം പൈലറ്റിനോ അല്ലെങ്കിൽ നമ്മുടെ എയർ ട്രാഫിക് കൺട്രോളിനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. കാരണം വിമാനം വളരെ പെട്ടെന്ന് തകർന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് പറന്നുയർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ ഒരു അപകട സന്ദേശം മാത്രം വരുന്നു. അതിനെ പരിഹരിക്കാനുള്ള ശ്രമങ്ങളോ അല്ലെങ്കിൽ ആശയവിനിമയങ്ങൾക്കോ പോലും സമയം നൽകാതെ ആ വിമാനം തകർന്ന് വീഴുന്നു. അത് പെട്ടെന്ന് തന്നെ ഒരു വലിയ തീഗോളമായി മാറുന്നു. ആ വിമാനത്തിലുണ്ടായിരുന്ന 242 ജീവനുകളും നഷ്ടപ്പെടുന്നു. ഒപ്പം തന്നെ അത് ജനവാസ മേഖലയിലേക്ക് വീഴുന്നു. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൈലറ്റുമാർക്കടക്കം ഒരു സമയവും ലഭിച്ചില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് വിമാനം ജനവാസ മേഖലയിലേക്ക് വീണത്. കാരണം ഒരു ക്രാഷ് ലാൻഡിങ്ങിന് പോലും അവർക്ക് അവസരം ലഭിച്ചില്ല. ഒരു തകർച്ച തന്നെയാണ് വിമാനത്തിന് ഉണ്ടായത്. വിമാനം പെട്ടെന്ന് തകരുകയായിരുന്നു. മറിച്ചായിരുന്നുവെങ്കിൽ ആ വിമാനം ഒരു പക്ഷേ ഏതെങ്കിലും യന്ത്ര തകരാറുകൾ അടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നുവെങ്കിൽ കൃത്യമായ സന്ദേശം നൽകി ആ വിമാനം തിരിച്ച് റൺവേയിലേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമം നടത്താനും ഒരു പക്ഷേ റൺവേയിൽ ഇറക്കി അപകടം ഒഴിവാക്കാനും കഴിയുമായിരുന്നു. പക്ഷേ അതിനുള്ള ഒരു സാഹചര്യവും ഇല്ല. അതിലപ്പുറമാണ് അപകടകരമായ സാഹചര്യമാണ് വിമാനത്തുള്ളതെങ്കിൽ അതിലെ ഇന്ധനം പരമാവധി പുറത്തേക്ക് കളഞ്ഞ് ആ വിമാനം ഏതെങ്കിലും ജനവാസ മേഖല അല്ലാതെ സുരക്ഷിതമായ ഇടത്തേക്ക് അല്ലെങ്കിൽ ഒരു സമുദ്രതീരം പോലെയുള്ള സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ വിശാലമായ ചതുപ്പ് സ്ഥലങ്ങളിലേക്കോ അല്ലെങ്കിൽ ജനവാസമല്ലാത്ത മേഖലയിലേക്കോ ഒക്കെ കൊണ്ടുവന്ന് ക്രാഷ് ലാൻഡിംഗ് നടത്തുക എന്നുള്ള ആ ഒരു രീതിയാണ് ഉണ്ടാവുക. കാരണം ആ ക്രാഷ് ലാൻഡിംഗ് നടത്തുമ്പോൾ അപകടം ഒരുപക്ഷെ ഉണ്ടാകും. പക്ഷേ മുൻകരുതലോടെ അത് ആ കാഷ്വാലിറ്റി അല്ലെങ്കിൽ അപകടത്തിൻ്റെ ആഘാതം അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി കുറയ്ക്കുവാനൊക്കെ കഴിയും. അങ്ങനെ രണ്ട് സാഹചര്യമാണ് സാധാരണ വിമാനാപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മുന്നിലുള്ളത്. എന്നാൽ ഈ രണ്ട് സാഹചര്യങ്ങൾക്കും അവസരം നൽകാതെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വിമാനം തകർന്ന ഒരു അപകടമാണ് ഉണ്ടായത്. ആ ഒരു സാഹചര്യം തന്നെ അത് എന്താണെന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു പഠനം തന്നെ നടത്തേണ്ടതായിട്ടുണ്ട്, ഒരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരികയും വേണം. കാരണം ഭാവിയിലും ഇത്തരമുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനുള്ള ഒരു ശ്രമം തന്നെയാണ് വേണ്ടത്. കാരണം ഈ വിമാനം പറന്നു വരുമ്പോൾ ഇത് ദീർഘദൂര വിമാനം എന്നല്ല, അതായത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്ന ഒരു വിമാനമായതിനാൽ അതിൽ ആവശ്യത്തിന് ഇന്ധനം നിറച്ചേ മതിയാവും. അങ്ങനെ പൂർണ്ണ തോതിൽ ഇന്ധനം നിറച്ചുകൊണ്ടാണ് വിമാനം
ഉയർന്നു പൊങ്ങിയത്. എന്നാൽ ഉയർന്ന നിമിഷങ്ങൾക്കുള്ളിൽ തകരാറ് വരുന്നു, അപകടം സംഭവിക്കുന്നു. 5 മിനിറ്റിനുള്ളിൽ എല്ലാം പൂർണ്ണമാകുന്ന ഒരു അപകടമാണ് ഉണ്ടായത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം, ഒരു പരിശോധനയും ഒക്കെ ആവശ്യമാണ്. അതിനുള്ള അന്വേഷണങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഉത്തരവിട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ വേണമെങ്കിൽ അത് നൽകാമെന്നുള്ള ഒരു വാഗ്ദാനമാണ് റഷ്യയുടെ അടക്കം ഭാഗത്തുണ്ടാകുന്നത്. എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വിദഗ്ധമായി പരിശോധിക്കുവാനും കണ്ടെത്തുവാനും ഒക്കെ നമുക്ക് കഴിയുമെന്നുള്ള കാര്യവും ഒരു വശത്തുണ്ട്. എന്നാലും ഇപ്പോൾ പ്രധാനമായും രക്ഷാപ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിലേക്കാണ് നീങ്ങിയിട്ടുള്ളത്. അതായത് ഈ അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ ഭൗതിക ദേഹങ്ങൾ, അവരുടെ മൃത ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കണ്ടെത്തി അവയെല്ലാം അവിടെ നിന്നും നീക്കം ചെയ്യുകയും ഒപ്പം തന്നെ കെട്ടിടത്തിലുള്ളവരെ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ തുടങ്ങിയ പരിശോധന നടത്തി അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ പൂർണ്ണമാക്കുക, ഒപ്പം ആശുപത്രിയിൽ ചികിത്സയിലുള്ളവർക്ക് ചികിത്സ ഉറപ്പാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെയാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. അത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ വളരെ ഊർജിതമായി നടക്കുന്നത്. ഒപ്പം തന്നെ വിമാനം ഉണ്ടാകാനിടയായ സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണവും നടക്കുന്നുണ്ട്. ഈ അന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത്തരം ആകാശ ദുരന്തങ്ങൾ, കാരണം നമുക്കറിയാം ആകാശ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ വ്യാപ്തി കുറയ്ക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായ ഒന്നാണ്. മാത്രമല്ല ആ അപകടത്തിൽപ്പെടുന്നവർ രക്ഷപ്പെടുത്തുക എന്നുള്ളതും വലിയ ശ്രമകരമായ കാര്യമാണ്. നമുക്കറിയാം ഈ വിമാനം തന്നെ തകർന്ന് വീണ് 3 മിനിറ്റിനുള്ളിൽ, നമുക്കറിയാം വളരെ വേഗമാണ് രക്ഷാപ്രവർത്തകർക്ക് അവിടെ എത്താൻ കഴിഞ്ഞതെന്ന് ആലോചിക്കണം. വിമാനം പറന്നുയർന്ന 5 മിനിറ്റിനുള്ളിൽ വലിയ ഒരു തീകോളമായി അപകടമായി മാറുമ്പോൾ 3 മിനിറ്റിനുള്ളിൽ തന്നെ അവിടേക്ക് രക്ഷാപ്രവർത്തകർക്ക് എല്ലാ സൗകര്യങ്ങളും കൂടി സംവിധാനങ്ങളോടും കൂടി എത്താൻ കഴിയുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ മികച്ച ഒരു നേട്ടം തന്നെയാണ്. പക്ഷേ എന്നിട്ട് പോലും ഒരു ജീവൻ പോലും ആ വിമാനത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് വിമാനാപകടങ്ങളുടെ ഒക്കെ ഒരു വളരെ പ്രത്യേകത. കാരണം അപകടം ഉണ്ടാകുമ്പോൾ തന്നെ അത് വലിയ തോതിൽ തീപിടിക്കുന്ന ആ വിമാനത്തിൽ നിന്ന് ആൾക്കാരെ രക്ഷിക്കുക എന്നുള്ളത് തീർത്തും ശ്രമകരമായ അസാധ്യമായ ഒരു ദൗത്യം തന്നെയാണ്. ആ തീപിടുത്തം ഒരു ഭാഗികമായോ വല്ലോ ഒക്കെ വിമാനം ക്രാഷ് ലാൻഡ് ചെയ്യുമ്പോൾ, ഇടിച്ചിറങ്ങുമ്പോൾ അതിൻ്റെ മുൻഭാഗത്തോ അല്ലെങ്കിൽ പിൻഭാഗത്തോ ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ അതിനെ അഗ്നി വിഴുങ്ങുമ്പോൾ ആ വിമാനത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ തകർത്ത് അതിൽ കയറി യാത്രക്കാരെ രക്ഷപ്പെടുത്തുന്ന ഒട്ടേറെ സംഭവങ്ങളും ഒട്ടേറെ കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും എപ്പോഴും അവസരം കിട്ടുന്ന ഒരു സാഹചര്യമല്ല. പ്രത്യേകിച്ച് ഇത്തവണ ഉണ്ടായ അപകടം ഒരു തരത്തിലും ഉള്ള ഒരു മുന്നൊരുക്കത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള മുൻകരുതലുകൾ എടുക്കാനോ ഒന്നും തന്നെ ഒരു അവസരം ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. എന്നാൽ ഇതിലുണ്ടായിരുന്ന വൈമാനികർ വളരെയധികം പ്രഗത്ഭരായിരുന്നു എന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും സാഹചര്യമോ സാധ്യതകളോ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് അതിന് കഴിയുമായിരുന്നു എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ അപകടത്തെക്കുറിച്ച് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുന്നത്. മായ. ശരി ബിനീഷ്, എന്തായാലും ഗുജറാത്തിൽ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് 242 പേരാണ് മരിച്ചത്. ആ വിമാനത്തിലുണ്ടായിരുന്ന ആരും രക്ഷപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ഇതിൽ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഒപ്പം മലയാളി നേഴ്സായ രഞ്ജിത ഗോപകുമാറും ഉൾപ്പെടുന്നു. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വിമാനം ഇടിച്ച് നിന്ന മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ 5 വിദ്യാർത്ഥികൾ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ലോകരാജ്യങ്ങളടക്കം പിന്തുണയും നടുക്കവുമൊക്കെ രേഖപ്പെടുത്തി രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ദുരന്തമാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്.